എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് റെയിൽവേയുടെ ഒരു മാസ് വേക്കൻസി വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും വളരെ സുവർണ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ റെയിൽവേയിൽ വന്നിരിക്കുന്ന ഓപ്പണിംഗ്, മറ്റു കാര്യങ്ങളെ പറ്റി ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ധാരാളം വേക്കൻസീസ് ഇന്ത്യൻ റെയിൽവേയുടെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ലാസ്റ്റ് ടൈം റെയിൽവേ വിളിച്ചപ്പം നമ്മുടെ കുറെ കുട്ടികൾ ഇതിന്റെ അകത്ത് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതായത് RRB, JE, ALP, അതുപോലെ ഗൂഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് ധാരാളം കുട്ടികൾ സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ അവർക്ക് ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേയുടെ അവസരങ്ങൾ വരുമ്പോൾ അത് കൃത്യമായിട്ടും SSC പോലുള്ള എക്സാമുകൾക്ക്, കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ഒരു അവസരമാണ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓരോ പോസ്റ്റുകളുടെ സാധ്യതകളും അവസരങ്ങളെ കുറിച്ചും ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ട്രിവാൻഡ്രത്തും കൊട്ടാരക്കരയും നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമി ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകാനായിട്ട് പോകുന്നത് ഇത് എന്താണ് RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് RRB എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് RRB നടത്തുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മെയിൻ ആയിട്ട് നടത്താനുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D ആണ്. അതിൽ എയും ബിയും ഗസറ്റഡ് പോസ്റ്റുകളാണ്. RRB ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഗസറ്റഡ് പോസ്റ്റുകളാണ്. അതിൽ ഗ്രൂപ്പ് A പോസ്റ്റുകൾ ഉണ്ടല്ലോ, ഗ്രൂപ്പ് A പോസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ റെയിൽവേ സർവീസസ് IRS-ലൂടെയും അതുപോലെ തന്നെ IAS-ലൂടെയും UPSC എക്സാംസ് വഴിയാണ് എന്ത് സെലക്ട് ചെയ്യുന്നത്? ഗ്രൂപ്പ് Aയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഗ്രൂപ്പ് B എന്ന് പറയുന്നത് ഗ്രൂപ്പ് Cയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയാണ് കൂടുതൽ ആൾക്കാരും ഗ്രൂപ്പ് Bയിലേക്ക് എത്തുന്നത്. ഡയറക്റ്റ് ആയിട്ട് റയർ ആയിട്ട് കുറച്ച് റിക്രൂട്ട്മെന്റ്സ് നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഏതാണ് ഗ്രൂപ്പ് Bയും എന്താണ് പ്രൊമോഷൻ സൈഡിലാണ് കൂടുതലും ഫിൽ ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഓപ്പണിങ്ങുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ എക്സാംസ് ആണ്? ഗ്രൂപ്പ് C ആൻഡ് ഗ്രൂപ്പ് D എക്സാംസ് ആണ്. അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D എക്സാമുകളെ കുറിച്ചാണ്. നമുക്ക് 70 റെയിൽവേ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 70 റെയിൽവേ ഡിവിഷൻസിലായിട്ട് ഏകദേശം 2.25 ലക്ഷം വേക്കൻസിയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു നല്ല അവസരമാണ്. അതെന്താണെന്ന് ഞാൻ വീഡിയോ ടോട്ടലായിട്ട് കാണുന്നവർക്ക് അവസാനം വരെ വരുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. 2.5 ലക്ഷം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാസമായിട്ട് ഒരു വേക്കൻസി വരുന്ന കാര്യം വളരെ മുന്നേ തന്നെ നിങ്ങളിലേക്ക് അറിയിക്കുന്ന ഒരു കാര്യമാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷൻ മോഡ് എന്ന് പറയുന്ന ഓൺലൈൻ മോഡിലായിരിക്കും. ഗവൺമെന്റ് ജോബ് ആണ് വരുന്നത്. അക്രോസ് ആൾ ഓവർ ഇന്ത്യ നമുക്ക് ജോബിന്റെ ലൊക്കേഷൻ വരാം. നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് indianrailway.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെ നമുക്ക് ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് എന്തെന്ന് പറയുന്നത് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് RRC ആണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് കൗൺസിൽ ആണ് ഗ്രൂപ്പ് ഡി എക്സാംസ് നടത്തുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തുടർന്ന് പറയാം. ആദ്യം നിങ്ങൾ കേട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയാണ്? സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, ഓക്കെ, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ ലോക്കോ പൈലറ്റ് ALP ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റാണ്. അതുപോലെ NTPC നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ വരുന്നത്, സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF, അതുപോലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ RPSF അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നറിയപ്പെടുന്ന RPSF, ദെൻ ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ അതിനകത്ത് ഏകദേശം 1 lakh വേക്കൻസീസ് വരുന്നുണ്ട് കേട്ടോ. 1 ലക്ഷത്തോളം വേക്കൻസി വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഒട്ടും മിസ് ചെയ്യരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ 1 ലക്ഷത്തോളം അതിൽ കൂടുതലും വേക്കൻസി ഗ്രൂപ്പ് ഡിക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. അതിന് കാരണം 10th അതിൽ കൂടുതലുമാണ്. 10th ക്ലാസ് യോഗ്യതയാണ് എന്തിന് വന്നിരിക്കുന്നത്? ഗ്രൂപ്പ് ഡി എക്സാംസിന്.
വേരിയസ് പോസ്റ്റുകളുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് പറയാം. ഒരുപാട് പോസ്റ്റുകളുണ്ട് ഗ്രൂപ്പ് ഡിക്കകത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഏകദേശം 1,00,000-ഓളം പോസ്റ്റുകൾ അതിനകത്ത് വരുന്നത്. പിന്നെ അതർ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഈ പോസ്റ്റുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. RRB JE എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, RRB NTPC അല്ലെ, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. RRB JE അല്ലെ, RRB ജൂനിയർ എഞ്ചിനീയർ അല്ലെ, RRB NTPC നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്. അതുപോലെ RRB ഗ്രൂപ്പ് ഡി. ഓക്കെ, RRB ഗ്രൂപ്പ് ഡി, ഇതൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റെയിൽവേയിൽ നിന്ന് വരുന്ന ഓപ്പണിങ്ങുകൾ. അതുപോലെ ALP RRB ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ വളരെയധികം RPF ഒരുപാട് പേര് ചോദിച്ചു വിളിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഓർത്തോർത്ത് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഈ പോസ്റ്റുകളെ എപ്പോഴാണ് സാർ വിളിക്കുന്നതെന്ന് ചോദിച്ചൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സമയം ഒട്ടും കളയരുത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോണം. നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്ന് ഞാൻ പറയുന്നതിന്റെ കൃത്യമായ കാരണം കൂടെ അങ്ങ് പറഞ്ഞേക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, SSCയുടെ എക്സാംസ് പെൻഡിങ് കിടന്ന ഓൾമോസ്റ്റ് എക്സാംസ് എല്ലാം കംപ്ലീറ്റഡ് ആയി വരികയാണ്. എന്തോടുകൂടി? ഏപ്രിലോടുകൂടി എല്ലാ പെൻഡിങ് കിടന്ന എക്സാംസും കംപ്ലീറ്റഡ് ആയിട്ട് 2023 എക്സാംസ് ലേക്ക് കടക്കാൻ പോവാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ പെൻഡിങ് എക്സാംസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി റെയിൽവേയുടെ എക്സാംസും ഓപ്പണിംഗുമാണ് വരുന്നത്. നിങ്ങൾ കാത്തിരുന്നോളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ഏതാനും മാസങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഒരു നിമിഷം കളയാതെ കൃത്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഗ്രൂപ്പ് സി എക്സാംസ് എന്നൊന്ന് പറഞ്ഞുതരാം. ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിനകത്ത് ടെക്നിക്കൽ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ ഡിഗ്രി 10th യോഗ്യതയോടെ വരുന്ന നോൺ ടെക്നിക്കൽ പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്കും ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടുള്ളവർക്കും ഓപ്ഷൻ ഉണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ അധികം കാത്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ടെക്നിക്കൽ എക്സാംസ് ആൻഡ് നോൺ ടെക്നിക്കൽ എക്സാംസ് വരുന്ന RRB ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞാൽ. പക്ഷേ എക്സാം ഓറിയന്റഡ് ആയി തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. റെയിൽവേ എന്ന് പറയുന്നത് ഒരുപാട് ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ഞാൻ പറയുന്നത് നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ ഏതൊക്കെയാണ്. NTPC നിങ്ങൾ കേട്ടിട്ടുണ്ട്, ടിക്കറ്റ് കളക്ടർ, ക്ലർക്ക്, ഗൂഡ്സ് ഗാർഡ്. കഴിഞ്ഞ പ്രാവശ്യം ഗൂഡ്സ് ഗാർഡ് കിട്ടിയവരുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ കിട്ടിയവരുണ്ട്, അങ്ങനെ ട്രാഫിക് അപ്രന്റീസ് ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ഉണ്ട്, സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഉണ്ട്, ട്രാഫിക് അസിസ്റ്റന്റ് ഉണ്ട്, എൻക്വയറി കം റിസർവേഷൻ ക്ലർക്ക് ഉണ്ട്. അങ്ങനെയുള്ള ചില പോസ്റ്റുകളാണ് എക്സെട്ര. അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളാണ് എന്തിനകത്ത് വരുന്നത്, നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ NTPCക്കകത്ത് വരുന്നത്. ശ്രദ്ധിച്ചു വെച്ചോണം, നല്ല പോസ്റ്റുകളാണ് എന്തിനകത്ത് വരുന്നത്, NTPC. ഡിഗ്രി മാത്രം ക്വാളിഫിക്കേഷൻ വേണ്ടി വരുന്ന എക്സാം, ഏജ് ലിമിറ്റ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ ഡിഗ്രി മാത്രം വേണ്ടി വരുന്ന പോസ്റ്റുകളാണ്, നോൺ ടെക്നിക്കൽ പോസ്റ്റുകളാണ്. ഡിഗ്രി വരുന്നതുണ്ട്, +2 വരുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ NTPCയുടെ പല സെക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് പല ക്വാളിഫിക്കേഷൻസ് ഉള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് ഞാൻ പറയുന്നത് ടെക്നിക്കൽ പോസ്റ്റുകളാണ്. ടെക്നിക്കൽ പോസ്റ്റുകൾ എന്താണ്, സിവില്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, IT പോലെയുള്ള എഞ്ചിനീയറിംഗ് സെക്ഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക്, എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുമ്പോൾ ഡിപ്ലോമ, സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സുകാർക്കും ഇതൊരു നല്ല അവസരമാണ്. ഈവൻ ITI പ്രിപ്പയർ ചെയ്തിരുന്നവർക്ക് വരെ ടെക്നിക്കൽ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. RRB JE വളരെ അട്രാക്റ്റീവ് പോസ്റ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ കയറിയ ഒരു പോസ്റ്റ് ആണെന്ന് പറയുന്നത് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. അതിലെ സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് വളരെയധികം ഓപ്പണിങ്ങുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സോണൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എവിടെയാണ് വേക്കൻസി കൂടുതലുള്ളതെന്ന് നോക്കി അപ്ലൈ ചെയ്യണം. അങ്ങനെ മറ്റ് ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും ടെലഗ്രാം വഴിയൊക്കെ നിങ്ങളെ അറിയിക്കും. എല്ലാവരും അപ്ഡേഷൻസ് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ ഞാനൊന്ന് പറയാം. ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ? ഏതൊക്കെയാണ്? ക്യാബിൻമാന്, ഫിറ്റർ, പോർട്ടർ, ട്രാക്മാന്, വെൽഡർ, ഹെൽപ്പറുടെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഒരു ഗ്രൂപ്പ് ഡി ഇതൊന്നും അല്ല, നിരവധി എക്സെട്ര നിരവധി പോസ്റ്റുകളുണ്ട്. ചെറിയ ചെറിയ പോസ്റ്റുകളാണ്. 10th പാസ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി പോസ്റ്റുകളുടെ എന്തെന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് 10th ക്ലാസ് പാസ്സാണ്. അപ്പൊ 10th ക്ലാസ് പാസ് ആയിട്ടുള്ള എല്ലാവർക്കും ഗ്രൂപ്പ് ഡി എക്സാംസ് എഴുതാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 10th ക്ലാസ് പാസ്സാവാത്തവരുടെ വളരെയധികം എണ്ണം കുറവല്ലേ. അപ്പൊ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ഇത് എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും പ്രിപ്പയർ ചെയ്തൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡിക്ക് മാത്രം ഞാൻ പറഞ്ഞു എന്താണ്,
1,00,000-ഓളം വേക്കൻസി ഗ്രൂപ്പ് ഡിയിൽ തന്നെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് മക്കളെ. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ഗ്രൂപ്പ് സിയിലെ ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിൽ ഐ ടി മുതൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് സിയിലെ ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ ആണെങ്കിൽ ഉണ്ടല്ലോ, ഡിഗ്രി ഉള്ളവർക്കും +2 ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല പോസ്റ്റുകളും എന്തുണ്ട്, നോൺ ടെക്നിക്കലിനകത്തുണ്ട്. ഓക്കെ, അപ്പോ അത് മനസ്സിലാക്കുക. ഏജ് ലിമിറ്റ് എത്രയാ സാർ, പലരും ചോദിച്ചാ 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ എക്സാം കാറ്റഗറിയിൽ വരുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. ഗ്രൂപ്പ് ഡി ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. എന്താ, 10ാം ക്ലാസ് പാസ്സാണ് ഏജ് ലിമിറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകൾക്കും ഈ പരീക്ഷകൾ എഴുതാൻ സാധിക്കും. ടെക്നിക്കൽ വരുമ്പോൾ മാത്രമാണ് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ, JEE ഒക്കെ വരുമ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഒക്കെ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോൺ ടെക്നിക്കൽ എക്സാമിനകത്ത് വരുന്ന സിലബസ് എന്താണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ അതിന്റെ സിലബസ് പറഞ്ഞു തരാം. എന്നാലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, റീസണിങ്ങിൽ നിന്ന്, ലോജിക്കൽ റീസണിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, GK ജനറൽ നോളജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ മക്കളെ QA, റീസണിങ്, GK, ജനറൽ സയൻസ്. ഇംഗ്ലീഷ് ഉണ്ടോ ഇവിടെ? ഇംഗ്ലീഷ് ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. റെയിൽവേ എക്സാമിന് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. ഇത് വളരെ ഇപ്പം SSC എക്സാംസുമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അത് തന്നെയാണ്. SSCക്ക് എന്തും കൂടെ വരുന്നുണ്ട്, ഇംഗ്ലീഷും കൂടെ വരുന്നുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ഇല്ല. ഇംഗ്ലീഷ് ഒക്കെ അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു എക്സാം നല്ല ചാൻസ് ആണ്. ഓക്കെ, നല്ല ചാൻസ് ആണ്. ഇത് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ശ്രദ്ധിക്കുക. അപ്പൊ SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഒരു പാറ്റേൺ തന്നെയാണ് എന്തിനുള്ളത്, റെയിൽവേ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിനുള്ളത്. ഇതിൽ എന്തില്ല, എക്സ്ക്ലൂഡ് ചെയ്ത് കളയുന്നു. ആരെ? ഇംഗ്ലീഷിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കളയുന്നു. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് SSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും നല്ല ചാൻസ് ആണ്. നിങ്ങൾ ഒരു SSC ലെവലിൽ പ്രിപ്പയർ ചെയ്ത് മക്കളെ, SSC നിങ്ങൾ CGL CHSL ലെവലിലോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവന് റെയിൽവേ എക്സാംസ് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ആ കാര്യം ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ്. ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്തത് ഞാൻ പറയുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ സിവില്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഇലക്ട്രോണിക്സ്, IT കാർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോഴും എന്താണ്, ഒരു ഡിപ്ലോമ ലെവല് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്ത് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ലെവൽ പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും എന്തിന് അപ്ലൈ ചെയ്യാം, RRB JEE പോലുള്ള എക്സാംസിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ നമ്മൾ ഒരു ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് നല്ല ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇതിന് തന്നെ ടയർ 1 ടയർ 2 എക്സാംസ് ഉണ്ട്. ടയർ 1ൽ വരുന്നത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പാർട്ടാണ്. ടയർ 2ൽ വന്നിട്ടാണ് എന്ത് വരുന്നത്, ടെക്നിക്കൽ പാർട്ട് വരുന്നത്. അപ്പൊ ടയർ 1 ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് എന്ത് വരുന്നത്, ടയർ 2 എക്സാംസ് വരുന്നത്. അതുകൊണ്ട് നോൺ ടെക്നിക്കൽ പാർട്ട് എല്ലാവരും മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ വരുന്നത് വരെ RRB JEEയുടെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ആദ്യം വരുന്നത്. ഓർത്തിരുന്നോണം, ഓർഡർ ശ്രദ്ധിച്ചോ. RRB JEE ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അതിനുശേഷം ALP വരും. അതിനുശേഷം RPF, അതുപോലെ NTPC, ഗ്രൂപ്പ് ഡി പോലെയുള്ള പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങും. ഈ ഒരു ഓർഡർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അപ്പൊ ഞാൻ ഈ പറയുന്ന ഈ സമയം മുതൽ, ഈ മൊമെന്റ് മുതൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായി തയ്യാറെടുക്കുക. നിങ്ങൾ സിലബസ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് തരുന്നതായിരിക്കും. നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. 2 മോഡിലും നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മക്കളെ, ഒന്ന് പിടിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്, RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എക്സാം, ഗ്രൂപ്പ് ഡി എക്സാം RRC ആണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് കൗൺസിൽ ആണ് നടത്തുന്നത്. അതും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 10ാം ക്ലാസ് യോഗ്യതയിൽ നിന്ന് തുടങ്ങുന്നതായതുകൊണ്ട് എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഈ വിലയേറിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അവരെയും കൂടെ നിങ്ങൾ ക്ഷണിക്കുക. ഈ വിവരം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എല്ലാവരും കൂടെ കമ്പൈൻ ചെയ്ത്, നിങ്ങൾ കൂട്ടുകാർ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും കേന്ദ്ര ഗവൺമെന്റ് എക്സാംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അകലെയല്ല. ഇതിന്റെ സാലറി സ്കെയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ നന്നായി പഠിക്കും, യാതൊരു തർക്കവുമില്ല. നല്ല സാലറി സ്കെയിലിൽ വരുന്ന പോസ്റ്റുകളാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേയുടെ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി റെയിൽവേ എക്സാമുകൾ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കും നല്ല ഒരു അവസരമാണ്. ദിശ അക്കാഡമി എക്സ്ക്ലൂസീവ്ലി കോൺസെൻട്രേറ്റഡ് ഓൺ SSC റെയിൽവേ എക്സാംസ് ആണ്. അപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്തെ പുതിയ ബാച്ച് 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ കൊട്ടാരക്കര നമുക്ക് അക്കാഡമി ഉണ്ട്. അപ്പൊ ട്രിവാൻഡ്രം കൊട്ടാരക്കര അക്കാഡമിയിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് അവസരമുണ്ട്. അതുപോലെ ഓൺലൈനിൽ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസുകൾക്ക് നിങ്ങൾ കോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. എല്ലാ നിങ്ങളുടെ സംശയങ്ങളും കൃത്യമായി നമ്മൾ പരിഹരിച്ചു തരുന്നതായിരിക്കും. ടെലഗ്രാം ചാനലിലൂടെ നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. നിങ്ങൾ ഈ എക്സാംസിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.